അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ സക്സസ് സ്റ്റോറീസ് പരമ്പരയിൽ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏകദേശം 2009 നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുള്ള ഒരു കേസാണ്. ഒരു കുട്ടി, 3 മാസം പ്രായമുള്ള കുട്ടി, സൗദി അറേബ്യയിലാണ്, ജിദ്ദയിൽ സൗദി അറേബ്യയിൽ വെച്ചിട്ട് കുട്ടി ഉറക്കം തീരെയില്ല. രാത്രി ഉറങ്ങുന്ന പ്രശ്നമില്ല. ദിവസങ്ങളോളം കുട്ടി രാത്രി ഉറങ്ങില്ല, പകൽ സമയത്ത് കിടന്നുറങ്ങും. 3 മാസം പ്രായമുള്ള കുട്ടിയാണ്. അതുകൊണ്ട് കുട്ടിയുടെ ഉമ്മാക്ക് ഒരിക്കലും ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ ഈ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത്, ഹോസ്പിറ്റലിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടും എന്ത് ചെയ്യുന്നില്ല, യാതൊരു മാറ്റവും ഇല്ല, കുട്ടിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. ആ സമയത്താണ് ആ കുട്ടിയുടെ മദറിൻ്റെ പിതാവ് എൻ്റെ പരിചയത്തിലുള്ള ആളാണ്, ഞാൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിലുള്ള ആളാണ്. അദ്ദേഹം എന്നോട് ഈ വിഷയം പറഞ്ഞു, നമുക്കൊന്ന് ട്രീറ്റ്മെൻറ്റ് നോക്കിയാലോ. ഓക്കെ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഓഫീസ് വിട്ടതിന് ശേഷം അവരുടെ വീട്ടിൽ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഹോസ്പിറ്റലിൽ പോയി. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് ഹോസ്പിറ്റലിലെ റൂമിൽ വെച്ച് ഞങ്ങൾ കുട്ടിയുടെ പാരൻസിനും കുട്ടിക്കും കൂടെ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. മേ ബി 30 മിനിറ്റ്സ്, 30 മിനിറ്റ് പരിശുദ്ധ ഖുർആൻ റുഖ്യ ചെയ്തു കൊടുത്തു. ആ റുഖ്യ ചെയ്യുന്ന സമയത്ത് കുട്ടിയെ ഞാൻ എൻ്റെ കയ്യിലാണ് വെച്ചിരുന്നത്, 3 മാസം പ്രായമുള്ള കുട്ടിയുടെ. ഇങ്ങനെ ആ കുട്ടിയെ റുഖ്യ ചെയ്യുന്ന സമയത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് റുഖ്യ ചെയ്യുന്നു. ആ കുട്ടി അങ്ങനെയാണ് ഉറങ്ങി. ആ ഉറക്കം പിന്നെ ഉണർന്നത് ഏകദേശം നോക്കണം, നമ്മളവിടെ ഹോസ്പിറ്റലിലെത്തി, മഗ്‌രിബ് നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലിൽ കയറുന്ന റൂമിൽ. അവിടെ വെച്ചിട്ട് നമ്മൾ റുഖ്യ ചെയ്യുന്നു. അങ്ങനെയാണ് ഉറങ്ങിയ കുട്ടി പിറ്റേ ദിവസം രാവിലെയാണ് എണീറ്റത്. യെസ്, മിറാക്കുലസ്. അതാണ് റുഖ്യ, അതാണ് പരിശുദ്ധ ഖുർആൻ്റെ പവർ. യെസ്, അത് പാരൻസിനെ കൂടെ കൂട്ടിയിട്ടാണ് കൊടുത്തത്, പാരൻസിന് കൂടെ അടുത്തിരുത്തിയിട്ടാണ് കൊടുത്തത് മൊത്തത്തിൽ. കാരണം അവിടെ സംഭവിക്കുന്നത് എന്താണ്, എമോഷണൽ ട്രാൻസ്ഫറൻസ്. അത് നമ്മൾ 2009 അന്ന് നമ്മൾ ഇത്ര പഠിച്ചിട്ടില്ല. പക്ഷേ കണ്ണേർ എന്ന് പറയുന്ന വിഷയം, അതുപോലുള്ള സംഗതികളിൽ നടക്കുന്നതിൻ്റെ ഒരു എമോഷണൽ ട്രാൻസ്ഫറൻസ് എന്നാണ് പാരാസൈക്കോളജി ഇതെല്ലാം പറയുന്നത്. അതുകൊണ്ട് എമോഷണൽ ട്രാൻസ്ഫറൻസ് ആയിരുന്നു ഈ കുട്ടിയിൽ വർക്ക് ചെയ്തത്. അത് 30 മിനിറ്റ് റുഖ്യ ചെയ്തതോട് കൂടിയിട്ട് അത് ക്ലീനായി കിട്ടി. ആ കുട്ടി പിന്നെ അങ്ങനത്തെ പ്രശ്നമേ ഉണ്ടായിട്ടില്ല. അത്ഭുതകരമായിട്ട്, കാരണം ദിവസങ്ങളോളം ഈ കുട്ടിയെ ബുദ്ധിമുട്ടിയിട്ടാണ് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തത്. പക്ഷേ ഒരൊറ്റ അന്ന് രാത്രിയാണ് ഉറങ്ങാൻ തുടങ്ങി. പിറ്റേന്ന് രാവിലെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവരികയും ചെയ്തു. പിന്നെ ആ പ്രശ്നമേ ഉണ്ടായിട്ടില്ല, പിന്നീട് വർഷങ്ങളുള്ള പ്രശ്നം ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ ഇത് ഏകദേശം 2009 നമ്മൾ ചെയ്ത ഒരു ട്രീറ്റ്മെൻറ്റ് സക്സസ് സ്റ്റോറീസാണ്.